കരുവന്നൂരിലെ നിക്ഷേപകരുടെ കാശ് മര്യാദയ്ക്ക് തിരിച്ചു കൊടുക്കണമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കരുവന്നൂരിൽ ED സ്വത്തുക്കൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അത് നിക്ഷേപകർക്ക് മടക്കി നൽകാൻ തയ്യാറാണ്. ആ പണം സ്വീകരിക്കേണ്ടെന്ന് സഹകരണ വകുപ്പ് നിലപാടുള്ളതായി അറിയുന്നു. ആ പണം സ്വീകരിക്കാൻ മുഖ്യമന്ത്രിയോട് പറയൂവെന്നും സുരേഷ് ഗോപി പറഞ്ഞു. മന്ത്രിമാരുടെയും കാര്യം പറയരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ കാശ് തിരിച്ചു കിട്ടണം. ന്യായം. ആ പണം സ്വീകരിക്കേണ്ടതില്ല എന്നൊരു തീരുമാനമാണ് സംസ്ഥാന സർക്കാരിലെ കോഓപ്പറേറ്റീവ് സെക്ടറിന്റെ വകുപ്പ് മന്ത്രാലയം എടുത്തിരിക്കുന്ന തീരുമാനം അതാണ്. കാരണം ED ആ പണം കൊണ്ടുവന്ന് തിരിച്ച് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ നിങ്ങൾക്കത് പങ്കുവെച്ച് തന്നേ പറ്റും. മുഴുവൻ തരുമെന്നല്ല, തന്നേ മതിയാവും. അത് സ്വീകരിക്കേണ്ടെന്നാണ് തൽക്കാലം തീരുമാനമെടുത്തിരിക്കുന്നതെന്നാണ് എന്റെ അറിവ്. ഒരു EDയും വേണ്ട, ഒരു കേന്ദ്രമന്ത്രിയും വേണ്ട, ഒരു സംസ്ഥാന മന്ത്രിയും വേണ്ട, ഒരു മുഖ്യമന്ത്രിയും വേണ്ട. അവരിട്ട കാശ് മര്യാദക്ക് അങ്ങോട്ട് തിരിച്ചു കൊടുക്കണോ എന്നേ പറയാനുള്ളൂ. അത്രയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടുത്തെ ആ പാർട്ടിയുടെ സെക്രട്ടറിമാരുണ്ടല്ലോ, ശ്രീ അബ്ദുൽ ഖാദറിനെ പോലെ, അവരൊക്കെ ഇറങ്ങട്ടെ. നാളെ ഒരു കൗണ്ടർ ഓപ്പൺ ചെയ്ത് വെച്ച് ആ കാശൊക്കെ തിരിച്ചു തരട്ടെ, അല്ലേ? ഇരിങ്ങാലക്കുടയിലെ കലുങ്ക് സൗഹൃദ സദസ്സിലാണ് സുരേഷ് ഗോപിയുടെ മറുപടി. രാഗിൻ അതിന്റെ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഗിൻ, കഴിഞ്ഞ കലുങ്ക് ചർച്ചയിലാണ് സുരേഷ് ഗോപിക്ക് ഒരു നിവേദനം നൽകാൻ വരികയും നിവേദനം പുള്ളി വാങ്ങാതിരിക്കുകയും വലിയ ചർച്ചയാവുകയും വിവാദമാവുകയും ചെയ്തത്. ഇത്തവണ കലുങ്കിലിരുന്നപ്പോൾ വന്ന നിവേദനങ്ങൾ വാങ്ങിയോ, അതോ ആരും നിവേദനം കൊണ്ടുവരുന്നില്ല എന്ന് BJP-ക്കാർ ഉറപ്പാക്കിയോ? അതായത് ഇത്തവണ പലരും അവരുടെ വിഷയങ്ങൾ ഉന്നയിക്കുകയാണ് പ്രധാനമായിട്ടും ചെയ്തത്. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ചേർപ്പിൽ നടന്ന പരിപാടിയിലാണ് അത്തരത്തിലൊരു നിവേദനവുമായി വന്നത്. പക്ഷേ അത് നിരസിക്കപ്പെട്ടു. തുടർന്ന് ഇന്ന് രാവിലെ കൊടുങ്ങല്ലൂരിൽ അദ്ദേഹം തുടക്കത്തിൽ സംസാരിച്ച ഘട്ടത്തിൽ അതിനൊരു മറുപടി എന്നോണം കാര്യങ്ങൾ പറഞ്ഞു. അതായത് അവിടെ ഇവിടെ ചിതറിക്കിടക്കുന്ന ചില ഇത്തരത്തിലുള്ള കൈപ്പിഴകൾ ഉയർത്തിക്കാട്ടി ഇതിൻ്റെ ശോഭ കെടുത്താൻ ശ്രമിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അതിന് മറുപടിയും നൽകി. അത് നമ്മൾ നൽകുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഈ കരുവന്നൂരുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഉണ്ടായത് ഇരിങ്ങാലക്കുടയിലാണ്. ഇരിങ്ങാലക്കുടയിൽ പല നിക്ഷേപകരും തങ്ങൾക്ക് കരുവന്നൂരിൽ പണമിട്ടു, പക്ഷേ ഇതുവരെയും മരക്ക് കിട്ടിയിട്ടില്ല എന്ന കാര്യം കേന്ദ്രമന്ത്രിയുടെ മുന്നിൽ വച്ചു. അപ്പോഴാണ് അദ്ദേഹം മറുപടിയായി പറഞ്ഞത്, മര്യാദയ്ക്ക് പണം തിരിച്ചു കൊടുക്കണം അവിടെ കരുവന്നൂരിൽ, അത് ന്യായമാണ് എവരുടെയും എന്ന് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞത്, ഇപ്പോഴും ഈ നേരത്തെ പ്രതികളിൽ നിന്നടക്കം ഇത്തരത്തിൽ സ്വത്തുക്കൾ കണ്ടുകെട്ടി ആ പണം തിരിച്ചു കൊടുക്കാൻ ED തയ്യാറാണ്, പക്ഷേ അത് സ്വീകരിക്കാൻ ബാങ്ക് തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാണോ എന്ന ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. ഈ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാര്യം നടപടിക്രമം ഇങ്ങനെ ഉണ്ടായതാണ്. അതായത് ഈ സ്വത്തുക്കൾ കണ്ട് കെട്ടിയിരുന്നു, പക്ഷേ അത് ബാങ്ക് വഴി അല്ലെങ്കിൽ അത്തരത്തിൽ തിരിച്ചു കൊടുക്കാനുള്ള നീക്കവും ED നടത്തിയിരുന്നു. പക്ഷേ ബാങ്ക് ഒരു പോസിറ്റീവായിട്ടുള്ള നിലപാട് കോടതിയിലടക്കം അറിയിച്ചിരുന്നില്ല. അതുൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാട്ടുകൊണ്ടാണ് സുരേഷ് ഗോപിയുടെ മറുപടി. ഇതോടൊപ്പം സുരേഷ് ഗോപി ചോദിച്ചത്, ഇതുമായി ബന്ധപ്പെട്ട് 3 പേർ മരിച്ചപ്പോൾ സഹായം എത്തിച്ചത് ആരാണെന്ന് അന്വേഷിക്കൂ. അതോടൊപ്പം ഈ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട ബാങ്കിംഗ് മേഖലയിൽ നിയമനിർമ്മാണം വന്ന ഘട്ടത്തിൽ ഇതിനെ എതിർത്തവരാരാണെന്നറിയാം. ആ എതിർത്തവർ ജനങ്ങളുടെ ജീവനെ കല്ലുവെക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ നേരത്തെ ഈ നിവേദനത്തിന്റെ കാര്യത്തിലാണെങ്കിൽ വീട് വച്ചു കൊടുക്കാമെന്നാണ് ആ കൊച്ചുവേലായുധന് CPM പറഞ്ഞത്. ആ ഒരു വിഷയമടക്കം ഉയർത്തിക്കാട്ടിക്കൊണ്ട് സുരേഷ് ഗോപി പറഞ്ഞത്, അങ്ങനെയെങ്കിൽ ഈ പാർട്ടി സെക്രട്ടറിമാരൊക്കെ തന്നെ ഈ കരുവന്നൂരിലെ പണം തിരിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു കൗണ്ടർ ഇട്ടിട്ട് പണം തിരിച്ചു കൊടുക്കൂ എന്ന ഒരു മറുപടിയാണ്, രാഷ്ട്രീയ മറുപടിയാണ് സുരേഷ് ഗോപി ഉയർത്തിയിരിക്കുന്നത്. എന്തായാലും ഈ കലുങ്ക് സൗഹൃദ സംവാദം സുരേഷ് ഗോപിയുടെ മുന്നോട്ട് പോവുകയാണ്. അതിനിടയിൽ നേരത്തെ വിവാദങ്ങളുണ്ടായിരുന്നു, അതിന് അദ്ദേഹം മറുപടിയും നൽകുന്നുണ്ട്. അങ്ങനെ ആ വിഷയം അങ്ങനെ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ തൃശ്ശൂരിൽ കാണാൻ കഴിയുന്നത്.